അയാൾക്കു ചുറ്റും ഒരിക്കലും ഗ്ലാമറിന്റെ ഓറ പരന്നിട്ടേയില്ല. ഇളവയിലേറ്റ് നിൽക്കുമ്പോൾ ഒരു യവനദേവനെപ്പോലെ തോന്നിക്കുന്ന മെസ്സിയെയോ, വിയർത്തു കുളിച്ച് നനഞ്ഞൊട്ടിയ ജേഴ്സിയിൽ ഇനിയും അടങ്ങാത്ത അങ്കക്കലിയിൽ ഒരു ഇറ്റാലിയൻ ഗ്ലാഡിയേറ്ററെ പോലെ തോന്നിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒന്നും അയാളുടെ ചിത്രം ഓർമ്മിപ്പിച്ചിട്ടില്ല. അനുസരണയില്ലാത്ത മുടി തെറ്റിയിലേക്കിറങ്ങി കഴുത്തിൽ ആ മുറിപ്പാടുകളുമായി മൈതാനത്തിൽ 110% ടീമിന് നൽകിയതിന്റെ ബാക്കി പത്രമായ ചളിപുരണ്ട ജേഴ്സിയിൽ മുഴുവൻ സമയവും തുറന്നു പിടിച്ച വായുമായി നിൽക്കുമ്പോൾ അയാൾക്ക് എന്റെയോ നിങ്ങളുടെയോ ചായയായിരുന്നു. വന്യമായ ഹീറ്റ് മാപ്പിനോരത്ത് ഓടിക്കിതച്ച അയാളുടെ അണപ്പിന്റെ ശബ്ദം ടിവിയുടെ സ്പീക്കറിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കളിക്കളത്തിൽ അയാൾ കാർലോസ് റോബർട്ടോ ടവസ് കെട്ടഴിച്ചുവിട്ട ഒരു കാളക്കൂറ്റനായിരുന്നു. മൈതാനത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അയാൾ മെതിച്ചു നടന്നു. പന്ത് നഷ്ടപ്പെടുമ്പോൾ തീരുന്നതാണ് തന്റെ ജീവിതം എന്ന മനോഭാവത്തോടെ, അത്രമേൽ തീക്ഷ്ണതയോടെയാണ് അയാൾ ഓരോ മുന്നേറ്റത്തെയും ഓരോ ടാക്കിളിനെയും കണ്ടത്. പന്തിനു വേണ്ടിയുള്ള പോരാട്ടത്തെ അയാൾ അത്രയേറെ സ്നേഹിച്ചിരുന്നു. പന്തായിരുന്നു അത്